കേരള രാഷ്ട്രീയത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചരിത്രപരമായ ഒരു ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നാം. 102 സീറ്റുകളെന്ന വമ്പിച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരം പിടിച്ചെടുക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു പേരിലേക്കാണ്: VD സതീശൻ. പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം അണികൾക്കിടയിൽ ശക്തമാകുമ്പോൾ, മറുവശത്ത് മുതിർന്ന നേതാവ് KC വേണുഗോപാലിനെതിരെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നു. തകർന്നടിഞ്ഞ UDFനെ വെറും 5 വർഷം കൊണ്ട് 102 സീറ്റുകൾ എന്ന പടുകൂറ്റൻ വിജയത്തിലേക്ക് നയിച്ച ആ പോരാളിയെ അണികളും ജനങ്ങളും ഒരേപോലെ ഹൃദയത്തിലേറ്റി കഴിഞ്ഞു. വാക്കിലെ കൃത്യതയും നിലപാടുകളിലെ ഉറപ്പും VD സതീശനെ വെറുമൊരു നേതാവല്ല, മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിക്ക് ഏറ്റവും യോഗ്യനായ ഏക ജനനായകനാക്കി മാറ്റിയിരിക്കുന്നു. പറവൂർ മണ്ഡലത്തിൽ നിന്ന് 6ാം തവണയും 20,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച VD സതീശൻ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ പോരാട്ടങ്ങളാണ് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റിയത്. ആരും ചോദ്യം ചെയ്യാൻ ഭയന്നിരുന്ന ഭരണകൂടത്തെ അഴിമതി ആരോപണങ്ങൾ നിരത്തി നിയമസഭയിൽ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയ എതിരാളികൾ പോലും ഭയക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വെറും വാക്കുകളായിരുന്നില്ല, മറിച്ച് സർക്കാരിന്റെ അഴിമതി കോട്ടകൾ തകർക്കുന്ന ആയുധങ്ങളായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു നൽകിയത് VD സതീശന്റെ ഈ പോരാട്ട വീര്യമാണ്. സാധാരണക്കാരായ പ്രവർത്തകരെ പ്രചോദിപ്പിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന VD സതീശന്റെ സോൾജർ ഫസ്റ്റ് ശൈലിക്ക് ഇന്ന് വലിയ പിന്തുണയാണുള്ളത്. തിരുവനന്തപുരത്തും എറണാകുളത്തും സതീശനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാണിച്ച് പ്രവർത്തകർ പോസ്റ്ററുകൾ പതിപ്പിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും VD സതീശന്റെ നേതൃത്വത്തിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന്റെ പേരും സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ യോഗ്യത ചോദ്യം ചെയ്തുകൊണ്ട് സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ പ്രതിഷേധമിരമ്പുന്നു. എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ഈ സ്ഥാനത്തിന് അയോഗ്യനാകുന്നത്? KC വേണുഗോപാലിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണം മണ്ഡലത്തോടുള്ള വഞ്ചന തന്നെയാണ്. ഡൽഹിയിലെ അധികാരിടനാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹം കേരളത്തിലെയും പ്രത്യേകിച്ച് സ്വന്തം മണ്ഡലത്തിലെയും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അകലെയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സംസ്ഥാനത്തൊരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായാണ് ആലപ്പുഴയിലെ പ്രവർത്തകർ ബാനറുകളിലൂടെ വ്യക്തമാക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലെ KC വേണുഗോപാലിന്റെ പ്രകടനവും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആസം, പശ്ചിമബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ദേശീയ തലത്തിൽ പാർട്ടിയെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരാൾ കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം പ്രസക്തമാണ്. KC വേണുഗോപാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ, ഒരുപക്ഷെ അവിടെ ജോസ് കെ മാണിയെ ഇറക്കി മറുപണി കൊടുക്കാൻ LDF തയ്യാറായാൽ, കേരള കോൺഗ്രസ് എമ്മിന്റെ കേഡർ വോട്ടുകളും LDFന്റെ ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള തന്ത്രങ്ങളും ഒന്നിച്ചാൽ പോലും സ്വന്തം മണ്ഡലത്തിൽ ജനപിന്തുണ കുറഞ്ഞ KC വേണുഗോപാലിന് ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമായ ഒന്നായി മാറും. ഇത് LDFന് നിയമസഭയിൽ ഒരു സീറ്റ് കൂടി അധികം നൽകാൻ മാത്രമേ സഹായിക്കൂ. VD സതീശൻ കഴിഞ്ഞ 5 വർഷം കഷ്ടപ്പെട്ട് പാർട്ടിയെ വളർത്തിയപ്പോൾ KC വേണുഗോപാൽ എയർ കണ്ടീഷണഡ് മുറികളിലിരുന്ന് ഗ്രൂപ്പുകളെ മാത്രമാണ് നടത്തിയതെന്ന ആക്ഷേപം ശക്തമാണ്. താഴെത്തട്ടിലെ പ്രവർത്തകരെ തിരിച്ചറിയാത്ത, അവരുടെ വികാരം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു നേതാവിനെ മുഖ്യമന്ത്രി കസേര നൽകുന്നത് പാർട്ടിയുടെ ആത്മവീര്യം കെടുത്തുമെന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. ഭരണപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടാൻ ഭയപ്പെടുന്ന നേതാവാണ് KC വേണുഗോപാൽ എന്ന വിമർശനം മുൻപും ഉയർന്നിട്ടുണ്ട്. സതീശൻ സഭയ്ക്കുള്ളിൽ സർക്കാരിനെ വിറപ്പിച്ചപ്പോൾ KC മൗനം പാലിച്ചതും കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്നതും അദ്ദേഹം ഒരു കരുത്തനായ നേതാവല്ല എന്നതിന്റെ തെളിവായി അണികൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം മണ്ഡലം പോലും കൈവിടുന്ന ഒരാൾക്ക് എങ്ങനെ കേരളത്തെ നയിക്കാനാകുമെന്നതാണ് ഉയരുന്ന പ്രസക്തമായ ചോദ്യം. ഇതുകൊണ്ടാണ് ഇന്നും തെരുവുകളിൽ സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത്. ഒരു യഥാർത്ഥ നേതാവ് തന്റെ അണികളെ പ്രചോദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് VD സതീശൻ തെളിയിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ VD സതീശന് പകരം വെക്കാൻ മറ്റൊരു പേരില്ല. സ്വന്തം മണ്ഡലങ്ങളിൽ പോലും പ്രതിഷേധം നേരിടുന്ന മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം മുഴുവൻ ഒരു വികാരമായി സതീശൻ പടർന്നു കഴിഞ്ഞു. 102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയം VD സതീശൻ എന്ന ബ്രാൻഡിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. ഇത് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ പോരാട്ട വീര്യത്തിന് ലഭിച്ച അംഗീകാരമാണ്. തകർന്നടിഞ്ഞൊരു മുന്നണിയെ വെറും 5 വർഷം കൊണ്ട് വിജയത്തിന്റെ നെറുകയിലെത്തിക്കാൻ VD സതീശൻ എന്ന ഒറ്റയാന്റെ നിശ്ചയദാർഢ്യത്തിന് സാധിച്ചു. തെരുവുകളിൽ ലാത്തിയടിയേറ്റ് വാങ്ങിയ അണികൾക്ക് സതീശൻ എന്നത് ഒരു നേതാവ് മാത്രമല്ല, തങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. സ്വന്തം മണ്ഡലങ്ങളിൽ പ്രതിഷേധം നേരിടുന്നവർക്കും ഡൽഹിയിലെ ശീതീകരിച്ച മുറികളിൽ രാഷ്ട്രീയം കളിക്കുന്നവർക്കുമിടയിൽ ജനഹൃദയങ്ങളിലെ കനലായി മാറിയ VD സതീശൻ തന്നെ കേരളത്തിന്റെ അമരക്കാരനാവണം. 102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയം നൽകിയ ഈ ചരിത്ര നിമിഷത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുക എന്നതാണ് ജനഹിതം. കേരളത്തിന്റെ അനിവാര്യത കൂടിയാണത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.